welcome to my channel. So today we are at the third part of the lesson, hydrogen. Already we discussed about dihydrogen, its physical properties and its chemical properties. So today we are moving with the next topic, that is metal hydrides, a very important area from this hydrogen. A 2 mark, 3 mark questions can be asked from this area. ഇതിൽ നിന്ന് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ക്ലാസ്സിൽ തന്നെ പഠിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എന്താണ് ഹൈഡ്രൈഡ്സ് എന്നുള്ളത് അല്ലെ. എന്താണ് ഹൈഡ്രൈഡ്സ്? ഇപ്പം നമുക്കറിയാം ഹൈഡ്രജൻ ഉള്ള എന്തോ ആണ് അല്ലെ. ദാറ്റ് ഈസ് ഡൈഹൈഡ്രജൻ അണ്ടർ സർട്ടൻ കണ്ടീഷൻ റിയാക്ട് വിത്ത് എലിമെന്റ്സുമായിട്ട് റിയാക്ട് ചെയ്യും. എലിമെന്റ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം പീരിയോഡിക് ടേബിൾ കുറെ എലിമെന്റ്സ് ഉണ്ട്. സോഡിയം, പൊട്ടാസ്യം, ലിഥിയം, ബെറിലിയം, മെഗ്നീഷ്യം, പിന്നെ നമുക്കറിയാം പി ബ്ലോക്കിലും ഉണ്ട് നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, പിന്നെ അതേപോലെ നമ്മുടെ ഡി ബ്ലോക്കിലും എഫ് ബ്ലോക്കിലായിട്ടുള്ള എലിമെന്റ്സുമായിട്ട് ഡൈഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവുന്ന ഒരു ബൈനറി കോമ്പൗണ്ടിനെയാണ് നമ്മൾ പറയുന്നത് ഹൈഡ്രൈഡ്സ്. സോ വാട്ട് ഈസ് മെന്റ് ബൈ ഹൈഡ്രൈഡ്സ്? Dihydrogen under certain condition react with elements except except noble gas ആയിട്ട് react ചെയ്യില്ല because noble gasന് ആവശ്യമില്ല reaction. So hydrides means that is dihydrogen under certain condition react with elements except noble gases to form a binary compound and these compounds are called as hydrides. Clear ആയല്ലോ എന്താണ് hydrides എന്നുള്ളത്? അതായത് dihydrogen certain conditionle elements except noble gases, അതായത് noble gases helium, neon, argon, krypton, xenon ആണ്. അവരുമല്ലാതെ ബാക്കിയുള്ള എലിമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബൈനറി കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. For example, if M is the element, then hydrides can be MHX. MHX തന്നെ M ഏതുമാവാം. സോഡിയം ഹൈഡ്രൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രൈഡ്, പിന്നെ കാൽഷ്യം ഹൈഡ്രൈഡ്, ഇത് ഏതും ഹൈഡ്രൈഡ്സ് ആവാം. Or it can have the general formula MnHX. That is, ഇപ്പൊ ബോറോൺ ആണ് എലിമെന്റ് എങ്കിൽ B2H6. ഇതേപോലെയുള്ള കോമ്പൗണ്ട്സിനെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഹൈഡ്രൈഡ്സ് എന്ന ഒരൊറ്റ ടൈപ്പ് ആണല്ലോ. ഹൈഡ്രൈഡ്സ് നമുക്കറിയാം പീരിയോഡിക് ടേബിൾ തന്നെ പല ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അപ്പം ഇവരും ഹൈഡ്രജനും കമ്പൈൻ ചെയ്യുമ്പോൾ പല ടൈപ്പ് ഓഫ് ഹൈഡ്രൈഡ്സ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. സോ ഹൈഡ്രൈഡ്സ് ക്യാൻ ബി ജനറലി ക്ലാസിഫൈഡ് ഇൻ 3 ടൈപ്പ്. വെരി ഇമ്പോർട്ടന്റ് ചോദിക്കാറുണ്ട്. അയോണിക് ഹൈഡ്രൈഡ്സ് ഓർ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ് ഓർ സെലൈൻ ഹൈഡ്രൈഡ്സ്. ഇതൊക്കെ ഒരാളാണ്. അയോണിക് ഹൈഡ്രൈഡ്സ്, സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ് ആൻഡ് സെലൈൻ ഹൈഡ്രൈഡ്സ്. സിമ്പിൾ ആണ്. അപ്പൊ പേര് തന്നെ നമുക്ക് മനസ്സിലായി ഏത് ഗ്രൂപ്പ് നിന്നായിരിക്കും ഇവരുണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. Then next come covalent or molecular hydrides and the third one is metallic or non-stoichiometric hydrides. അപ്പൊ ഈ നോൺ സ്റ്റോഷിയോമെട്രി എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ the first one we are going to discuss is that ionic or salt like or saline hydrides. These hydrides are called stoichiometric compounds of hydrogen. Which hydrides are called as the stoichiometric compounds of hydrogen or which hydrides are called as stoichiometric hydrides ഒക്കെ ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, അയോണിക് ഓർ സോൾട്ട് ലൈക്ക് ഓർ സെലൈൻ. അപ്പൊ എന്താണ് ഈ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് ഉള്ളത് നമ്മൾ അറിയണ്ടേ? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലെസൺ പറയുമ്പോൾ നമ്മൾ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സ്റ്റോഷിയോമെട്രി എന്നൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇൻ ഡീറ്റെയിൽ വി വിൽ ബി മൂവിംഗ് വിത്ത് നമ്മൾ പ്ലസ് 2 പഠിക്കുന്നുണ്ട് സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സും ഡിഫക്ട്സും കാര്യങ്ങളൊക്കെ. അതായത് ചില ക്രിസ്റ്റൽസ് ഫോം ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു നമ്മുടെ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട് ആണ്. ആ ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുന്ന സമയത്ത് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് എൻഎയും സിഎല്ലും കമ്പൈൻ ചെയ്യുമ്പോഴാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. അതായത് Na+ഉം ഒരു Cl- ഉണ്ട്, ഒരു കാറ്റയോണും ഉണ്ടാവും, ഒരു ആനയോണും ഉണ്ടാവും. ഈ ഫോർമുലയിൽ തന്നെ നമുക്കറിയാം the ratio between the cation and anion is 1:1. എന്താണ്? ഒരു സോഡിയം ഉണ്ടെങ്കിൽ ഒരു ക്ലോറിൻ അവിടെ ഉണ്ടാവും. അതായിരിക്കും ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ. അതായത് ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുമ്പോൾ കുറേ എന്തുണ്ടാവും? സോഡിയം ക്ലോറൈഡ് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കൊരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഉണ്ടാകുന്നത് അല്ലെ. കുറേ സോഡിയം ക്ലോറൈഡ്സ് കമ്പൈൻ ചെയ്ത്. അപ്പൊ ഇത് എങ്ങനെയൊക്കെ ഫോം ചെയ്താലും ദ റേഷ്യോ ഓഫ് ദി കാറ്റയോൺ ആൻഡ് ദി ആനിയോൺ വിൽ ബി ദി സെയിം. ഈ സോഡിയം ക്ലോറൈഡിന് എങ്ങനെയൊക്കെ ഫോം ചെയ്താലും അവരുടെ റേഷ്യോ, അതായത് കാറ്റയോണിന്റെയും ആനയോണിന്റെയും റേഷ്യോ 1:1 ആയിരിക്കും. അതിൽ ചേഞ്ച് ഒന്നും വരില്ല. അപ്പൊ ഈ നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് എന്താ? നമ്മളിപ്പോ കൺസിഡർ ചെയ്യുക സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ് ഇസ് എ നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിങ്ക് ഓക്സൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് വി എക്സ്പെക്ട് ദാറ്റ് സിങ്ക് ഇസ് 1 ആൻഡ് ഓക്സിജൻ. ഇതിന്റെ ഫോർമുല ZnO ആണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കും കാറ്റയോണും ആനയോണും തമ്മിലുള്ള റേഷ്യോ 1:1 ആണ്. ബട്ട്
ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് സിങ്ക് ഓക്സൈഡ് എപ്പോഴും ഒരു ചെറിയ വേരിയേഷൻ വിൽ ബി ദർ. അതായത് ഇപ്പൊ സിങ്ക് ഒരു 0.96 ആണെങ്കിൽ 0.6%, ഓക്സിജൻ ഒരു 1% ആയിരിക്കും. അതായത് 1:1 റേഷ്യോയിൽ ഒരു ചെറിയ വേരിയേഷൻ അവിടെ കാണാറുണ്ട്. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ നോൺ സ്റ്റോഷ്യ, അതായത് ഇവര് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും 1:1, അതായത് ഒരു സിംഗിന് ഒരു ഓക്സിജൻ. പക്ഷെ അങ്ങനെയല്ല, ഒരു ചെറിയ ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ ചെറിയ ഒരു റേഷ്യോ ഒരു ചേഞ്ച് ഉണ്ടാവും. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ നോൺ സ്റ്റോഷ്യോമെട്രിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് വിചാരിച്ചു കഴിഞ്ഞാല് അയോണിക് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് അല്ലെങ്കിൽ സെലൈൻ ഹൈഡ്രൈഡ്സ് ആണ് സ്റ്റോഷ്യോമെട്രിക് കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ. അവരുടെ റേഷ്യോയിൽ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. കോമ്പൗണ്ട്സ് എപ്പോഴും ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് കാറ്റയോണിന്റെയും ആനയോണിന്റെയും റേഷ്യോ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് ഈ അയോണിക് അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക്. സോ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അയോണിക് ഓർ സോൾട്ട് ലൈക്ക് ഓർ സെലൈൻ ഹൈഡ്രൈഡ്സ് ആർ സ്റ്റോഷ്യോമെട്രിക് കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ. ഇനി ആരായിട്ടാണ് ഇവർ കോമ്പൗണ്ട്, ഏത് ഹൈഡ്രജൻ ആരുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അയണിക് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ സോൾട്ട് സെലൈൻ, ഇത് നമുക്ക് ഈസി ആയിട്ട് അറിയാം. ഹൈഡ്രൈഡ് വിത്ത് മോസ്റ്റ് ഓഫ് ദി എസ് ബ്ലോക്ക് എലിമെന്റ്. എസ് ബ്ലോക്ക് എലിമെന്റ് ഏതാ? ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം, ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഈ രണ്ട് ഗ്രൂപ്പിലെ എലിമെന്റ്സുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഹൈഡ്രൈഡ്സിനെയാണ് അയോണിക് അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് അല്ലെങ്കിൽ സെലൈൻ ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പേരിന് എന്ത് വിചാരിക്കും? ഓൾമോസ്റ്റ് ഓൾ ദ ഹൈഡ്രൈഡ്സ് വിൽ ബി അയോണിക് കോമ്പൗണ്ട്സ്. അല്ല, അതിൽ കുറച്ച് വേരിയേഷൻ ഉണ്ട്. അല്ലാതല്ല ഞാൻ പറയുന്നത്. ഹൈഡ്രൈഡ്സ് ഓഫ് ലൈറ്റർ എലിമെന്റ്സ് ലൈക്ക് ലിഥിയം, നമുക്കറിയാം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം ആണ്. പിന്നെ ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന ഹൈഡ്രൈഡ്സ് ഓഫ് ലൈറ്റർ എലിമെന്റ്സ് ലൈക്ക് ലിഥിയം, ബെറിലിയം, മെഗ്നീഷ്യം, ഇവരുടെ ഹൈഡ്രൈഡ്സിന് ഒരു കോവലന്റ് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ഹാവ് സിഗ്നിഫിക്കന്റ് കോവാലന്റ് ക്യാരക്ടർ. പേര് അയണിക് ആണെങ്കിലും അവരിൽ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ട് കോവാലന്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ ദീസ് ഹൈഡ്രൈഡ്സ്, അതായത് നമ്മുടെ അയോണിക് അല്ലെങ്കിൽ സെലൈൻ ഓർ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ് ആർ ക്രിസ്റ്റലൈൻ ഇൻ നേച്ചർ ആയിരിക്കും, നോൺ വോളറ്റൈൽ ആയിരിക്കും. പിന്നെന്തായിരുന്നു? ആൻഡ് നോൺ കണ്ടക്ടിങ് ഇൻ സോളിഡ് സ്റ്റേറ്റിൽ അവർ കണ്ടക്ട് ചെയ്യില്ല. നമ്മൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഒക്കെ പറഞ്ഞ പോലെ തന്നെ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിന്റെ സ്പെഷ്യാലിറ്റി ആണ് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇറ്റ് വോണ്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദി സോളിഡ് സ്റ്റേറ്റ്. പക്ഷെ അവർ എപ്പം കണ്ടക്ട് ചെയ്യും? ഇൻ ദ മോൾട്ടൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ എക്വസ് സൊല്യൂഷൻ. അതേപോലെ തന്നെയാണ് ഈ അയണിക് ഹൈഡ്രൈഡ്സും. ദേ ആർ ക്രിസ്റ്റലൈൻ ആണ്, നോൺ വോളറ്റൈൽ ആൻഡ് നോൺ കണ്ടക്ടേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. They can conduct electricity in molten state. അവർ ഏത് സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യും ഇലക്ട്രിസിറ്റി? അവരെ മോൾട്ടൺ, അതായത് ഉരുകിയ, അതായത് അവർ ഉരുകുന്ന അവസ്ഥയിൽ they can conduct electricity and they liberate hydrogen at anode. ഇവർക്ക് എന്ത് പറ്റും? ഇപ്പൊ നമ്മൾ സോഡിയം ഹൈഡ്രൈഡ് അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രൈഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ they can liberate hydrogen at anode. ഹൈഡ്രജൻ ഗ്യാസിനെ ഡൈഹൈഡ്രോജൻ അവർ ആനോഡിൽ ലിബറേറ്റ് ചെയ്യും. ഇനി they react vigorously with water. അവർ നല്ല വിഗറസ് ആയിട്ട് പെട്ടെന്ന് തന്നെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഡൈഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് സോഡിയം ഹൈഡ്രൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് NaOH പ്ലസ് H2. അപ്പൊ ഇത്രയുമാണ് അയോണിക് അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് അല്ലെങ്കിൽ സെലൈൻ ഹൈഡ്രൈഡ്സിന്റെ സ്പെഷ്യാലിറ്റി. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അയോണിക് ഹൈഡ്രൈഡ്സ് ഓർ സോൾട്ട് ലൈക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയണം. Ionic hydrides are stoichiometric compounds. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി എന്താണ് സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഹൈഡ്രൈഡ്സ് ഓഫ് ലൈറ്റ് എലിമെന്റ്സ് ലൈക്ക് ലിഥിയം, beryllium, magnesium have significant covalent character. They are crystalline, non-volatile, and they are non-conducting in crystalline state. അത് പ്രത്യേകം പറയാം, നോൺ കണ്ടക്ടിങ് ആണെന്ന് ഒറ്റയടിക്ക് പറയരുത്. They can conduct electricity in the molten state and they liberate hydrogen at the anode. Sodium hydride or the hydrides of ionic hydrides or salt-like hydrides can react vigorously with water to produce sodium hydroxide. They can react vigorously with water with production of dihydrogen. ക്ലിയർ ആയോ എന്താണ് അയണിക്? ഇനി നമുക്ക് കോവാലന്റ് അല്ലെങ്കിൽ മോളിക്യൂളർ ഹൈഡ്രൈഡ്സ് എന്താന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ അയണിക് ഹൈഡ്രൈഡ്സ് പഠിച്ചു. ഇനി കോവാലന്റ് ഹൈഡ്രൈഡ്സ് ആണ്. കോവാലന്റ് ഹൈഡ്രൈഡ്സിലും കുറെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും, അതുകൊണ്ടാണ് ഞാൻ മെറ്റ് ചെയ്ത് റബ്ബ് ചെയ്തിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നത്. ഇപ്പൊ തന്നെ ക്ലാസ് ഒന്ന് പഠിച്ചങ്ങ് പോവാട്ടോ പോയിന്റ്സ് ആയിട്ട് തന്നെ. എന്താണ് കോവാലന്റ് ഹൈഡ്രൈഡ്സ് എന്നല്ലേ? അപ്പം നമുക്കറിയാം അയണിക് ഹൈഡ്രൈഡ്സ് ഗ്രൂപ്പ്, അതായത് എസ് ബ്ലോക്ക് എലിമെന്റ്സ് വെച്ചിട്ടാണ്, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലിമെന്റ്സ് കമ്പൈൻ ചെയ്യും ഡൈഹൈഡ്രജനായിട്ട്. അങ്ങനെയാണ് അയണിക് ഹൈഡ്രൈഡ്സ്. അപ്പോൾ കോവലന്റ് എന്തായിരിക്കും? നമുക്കറിയാം കോവലന്റ് ക്യാരക്ടർ അധികവും കാണിക്കുക ഏത് ടൈപ്പ് ഓഫ് എലിമെന്റ്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ്?
P block elements. So covalent hydrides, the hydrides or the dihydrogen combine with the elements of P block elements to form covalent hydrides. P block-ഉമായിട്ടുള്ള എലിമെന്റ്സുമായിട്ട് ഡൈഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഹൈഡ്രൈഡ്സിനെയാണ് നമ്മൾ കോവാലന്റ് ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ആസ് ദേ ഹാവ് കോവലന്റ് ക്യാരക്ടർ ദേ ആർ വോളറ്റൈൽ കോമ്പൗണ്ട്സ്. അയണിക് എന്തായിരുന്നു? നോൺ വോളറ്റൈൽ ആയിരുന്നു. ഇവരെന്താണ്? വോളറ്റൈൽ കോമ്പൗണ്ട്സ് ആണ്. In a covalent hydrides, generally they are classified into 3 types based upon the presence of electron pair. അവരുടെ അതായത് ഈ ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള ഇലക്ട്രോൺ പെയറിന്റെ നമ്പറിനനുസരിച്ചിട്ട് they are classified. These covalent hydrides are classified into electron deficient hydrides, electron precise hydrides and electron rich compounds. എന്തൊക്കെയാണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻ, ഇലക്ട്രോൺ പ്രിസൈസ് ആൻഡ് ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സ്. അപ്പോൾ എന്തായിരിക്കും ഇലക്ട്രോൺ ഡെഫിഷ്യൻ? അതായത് ഈ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുക മെയിൻലി ഫ്രം ഗ്രൂപ്പ് 13 എലിമെൻറ്റ്സ് ആണ്. ഗ്രൂപ്പ് 13 എലിമെൻറ്റ്സ് പറഞ്ഞാൽ നമുക്കത് ബോറോൺ, അലൂമിനിയം നമ്മൾ പഠിച്ചിട്ടില്ല 13th ഗ്രൂപ്പ് എലിമെൻറ്റ്സ്. അപ്പം ആ ഗ്രൂപ്പ് 13 എലിമെൻറ്റ്സുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പം കിട്ടുന്ന കോമ്പൗണ്ട്സ് അധികലും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊന്ന് ബോറോൺ ഹൈഡ്രൈഡ് നോക്കുക. BH3 നമുക്കറിയാം ലിത്തിയം, ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറിലിയം, ബോറോൺ. ബോറോണിൻ്റെ കയ്യിൽ 5 ഇലക്ട്രോൺ ആണ്. 5 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺസ്, 1s2, 2s2, 2p1. അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റിൽ 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ബോറോണ് നോക്കൂ, 1 2 3 ഈ ഹൈഡ്രജനുമായിട്ടുള്ള ഒരു ഇലക്ട്രോണും കൂടെ കമ്പൈൻ ചെയ്തിട്ട് 1 2 3 4 5 6 8 ഇലക്ട്രോൺസ് ഉണ്ടോ അതിൻ്റെ കയ്യിൽ? ഇല്ല. അപ്പോൾ അതെന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് ആണോ? ഇതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ നമ്മൾ ലെവിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കുമ്പം. അതുകൊണ്ട് തന്നെയാണ് ദീസ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ഓർ ദ ഹൈഡ്രൈഡ്സ് വിച്ച് ആർ ഫോം ഫ്രം ദ ഗ്രൂപ്പ് 13 എലിമെൻറ്റ്സ് ആർ കോൾഡ് ആസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട്സ് ആൻഡ് ദേ ആക്ട് ആസ് എ ലിവിസ് ആസിഡ്. അപ്പോൾ എന്താണ് ലിവിസ് ആസിഡ് എന്ന് പറയുന്നത്? they have a greater tendency to accept a pair of electron. അതായത് ലെവിസ് ആസിഡും ലെവിസ് ബേസിസും ഓർമ്മയുണ്ടല്ലോ. ബേസിസ് എന്ന് പറഞ്ഞാൽ they have a tendency to donate electron. ലെവിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ they have a tendency to accept a pair of electron. അപ്പം this electron deficient hydrides act as a Lewis acid. For example, BH3, ALH3. പിന്നെ ഇവർ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും? they exist in the polymeric form. അതായത് ഒരു പോളിമറിക് ഫോമിലാണ് അവരുടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് ഡൈബോറൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡൈബോറൈൻ നമുക്കറിയാം ബോറോണിൻ്റെ കയ്യിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. ഡൈബോറൈൻ അപ്പോൾ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഈ ഒരു ലോബിൽ ഒരു ഇലക്ട്രോണും ഒരു ഹൈഡ്രജനും കമ്പയർ ചെയ്യും. ഈ ഒരു ലോബിൽ ഒരിതും ഹൈഡ്രജനും കമ്പൈൻ ചെയ്യും. ഇനി ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡൈബോറൈൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പി ബ്ലോക്ക് എലിമെൻറ്റ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താ മിസ്സ് വരച്ച് വെച്ച് ഇങ്ങനെയൊക്കെ ആരെങ്കിലും വരയ്ക്കുമോ എന്നുള്ളത്. അത് നമ്മൾ പഠിക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഇത് നമ്മൾ അപ്പോൾ കണ്ടോ ഇവിടെ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് ഇവർ. സത്യമായിട്ട് അവർക്ക് കൃത്യമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള ഇലക്ട്രോൺസ് പോലും ഇവരുടെ കയ്യിലില്ല. ആൻഡ് ദേ ആർ ഫോമിങ് എ ബനാന ടൈപ്പ് ഓഫ് ബോണ്ടൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇവർ എന്താണ് പറയുന്നത്? ദീസ് ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രൈഡ്സ് ആണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ്? ഏത് ഗ്രൂപ്പാണ് ഫോം ചെയ്യുന്നത്? ഗ്രൂപ്പ് 13 എലിമെൻറ്റ്സ് ആണ്. അപ്പോൾ തന്നെ ആലോചിച്ചാൽ മതി, ഗ്രൂപ്പ് 13 ഒരു ഔട്ടർമോസ്റ്റിൽ 3 ഇലക്ട്രോൺസാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ഹൈഡ്രൈഡൊക്കെ ആയിട്ട് ഫോം ചെയ്യുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ കയ്യിൽ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആവുന്നില്ല എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ആക്ട് ആസ് എ ലെവിസ് acid. Example BH3, ALH3 they exist in polymeric form. Example diborane also. Diborane അങ്ങനെയുള്ള കുറച്ച് ഹൈഡ്രൈഡ്സ് ഒക്കെ എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് എ polymeric form. അടുത്തത് എന്താ? ഇലക്ട്രോൺ പ്രിസൈസ്. കൃത്യം ഇലക്ട്രോൺസ് ഉണ്ടാവും, കൂടുതലും ഇല്ല കുറവുമില്ല. അത് ഏത് ഗ്രൂപ്പാണ് ഫോം ചെയ്യുന്നത്? എലിമെൻറ്റ്സ് ഓഫ് ദ ഗ്രൂപ്പ് 14. എലിമെൻറ്റ്സ് ഓഫ് ദ ഗ്രൂപ്പ് 14 എലിമെൻറ്റ്സ് ഫോം ഹൈഡ്രൈഡ്സ് വിച്ച് ആർ ഇലക്ട്രോൺ പ്രിസൈസ്. ദേ ഡോണ്ട് ഹാവ് എൻ എക്സ്ട്രാ ഇലക്ട്രോൺ ഓർ ദേ ഡോണ്ട് ഹാവ് എ ഡെഫിഷ്യൻറ്റ് ഇലക്ട്രോൺ. അവർ ഇലക്ട്രോണിൽ ഡെഫിഷ്യൻറ്റും അല്ല, അവർ ഇലക്ട്രോൺ റിച്ചും അല്ല. ഹാവ് റിക്വയർഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഫോർ എക്സാമ്പിൾ CH4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർബണിൽ 4 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിലുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യും? ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് 8 ഇലക്ട്രോൺ. സോ ദേ ഹാവ് എന്താണ് കറക്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ ദീസ് ടൈപ്പ് ഓഫ് ഹൈഡ്രൈഡ്സ്.
ഇനി അടുത്ത എന്താ ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്. അപ്പോൾ 13ഉം 14ഉം കഴിഞ്ഞാൽ പിന്നെ 15 to 18 ആണുള്ളത് അല്ലേ. 15, 16, 17, 18. 18th ഗ്രൂപ്പ് നമുക്ക് വേണ്ട. അപ്പം കാരണം ഓൾറെഡി ദേ ആർ നോബിൾ ഗ്യാസസ്, സോ ദേ ഡോണ്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്രൈഡ്. സോ ഗ്രൂപ്പ് 15 to 17 ഫോം ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്. ദേ ആർ ലെവിസ് ബേസസ്. അവരുടെ കയ്യിൽ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ദേ ഹാവ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ. ഫോർ എക്സാമ്പിൾ അമോണിയ, ഇതൊരു ഹൈഡ്രൈഡ് ആണ്. അമോണിയൻ്റെ ഇതൊന്നും ഞാൻ വീണ്ടും അമോണിയക്ക് ഔട്ടർ മോസ്റ്റിൽ ഇത്ര ഇലക്ട്രോൺ അതൊന്നും പറയേണ്ട ആവശ്യമില്ല, എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു. അമോണിയ ഈസ് ഹാവിങ് 5 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. 3 ഇലക്ട്രോൺസ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യും. ബാക്കി സെറ്റ് ഓഫ് പെയർ ഓഫ് ഇലക്ട്രോൺ വിൽ ബി ദെയർ വിച്ച് ആക്ട്സ് ആസ് എ ലോൺ പെയർ. അപ്പോൾ ഇവരെന്തായിരിക്കും, ദേ ആർ റെഡി ടു ഡൊണേറ്റ് ദിസ് പെയർ ഓഫ് ഇലക്ട്രോൺസ്, സോ ദേ ആക്ട് ആസ് ബേസിസ്. ഇനി ഇവിടെ തന്നെ ഈ നൈട്രജൻ, പിന്നെ അതേപോലെ ഫ്ലൂറിൻ, ഓക്സിജൻ, ഇതേപോലെ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രൈഡ്സിൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട്, അതായത് ഫ്ലൂറിനും ഓക്സിജനും ഒക്കെ ആയിട്ട് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്ന സമയത്ത് ദീസ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലിമെൻസിൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ദേ ഹാവ് എ ടെൻഡൻസി ടു ഫോം ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതുകൊണ്ട് തന്നെ അവർ ഇൻ ബിറ്റ്വീൻ എന്ത് ഫോം ചെയ്യും, ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കോവലന്റ് ഹൈഡ്രൈഡ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്? കോവലന്റ് ഹൈഡ്രൈഡ്സ് ആർ ദ ഹൈഡ്രൈഡ്സ് ഫോംഡ് ബൈ ദ combination of dihydrogen with p block elements. They are volatile compounds based upon the number of electron pairs present in the hydride. They can be classified into electron deficient, electron precise, and electron rich compound. Electron deficient hydrides are those hydrides which are formed by the dihydrogen with group 13 elements. They have electrons, does not have sufficient number of electron pairs, and they act as a Lewis acid. For example, BH3, ALH3, they exist in polymeric form. In addition, the electron precise have required number of electron elements of group 14 elements of group 14 with dihydrogen form. Electron precise common example CH4, SiH4, PbH4, lead hydride. Then electron rich compound elements from group 15 to 17 from electron rich compounds, and they act as a Lewis basis. For example, ammonia അതിനുള്ള എക്സാമ്പിൾ ആണ്. പിന്നെ ഇവിടെ ഇന്റർമോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനോടൊക്കെ കേസ് പറഞ്ഞ ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് എന്തായിരുന്നു? നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? അയോണിക് പറഞ്ഞു, കോവലന്റ് പറഞ്ഞു, ഇനി ഏതാ പറയുക? മെറ്റാലിക് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സ്. അടുത്ത ഹൈഡ്രൈഡ്സ് ഏതാണ്? മെറ്റാലിക് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സ് ആണ്. അപ്പം നമ്മളിപ്പോൾ എസും പിയും കഴിഞ്ഞ് ഇനി ഏത് 2 ബ്ലോക്സാണ് ഫ്രീ ആയി കിടക്കുന്നത്? ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ്. അപ്പോൾ ഏതായിരിക്കും? ദ ഹൈഡ്രൈഡ്സ് ഓർ ദി ഡൈഹൈഡ്രജൻ അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ combines with the elements of D block and P block D block and F block to form metallic or non-stoichiometric hydrides. ഏതാണ് D and F block? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, D ബ്ലോക്കിൽ എല്ലാ എലിമെന്റ്സും ഇല്ല. That is the elements, that is the D block element 3, 4, 5 പിന്നെ 10, 11, 12 and F block elements ആണ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നത്. That is elements in the group 3, group 4, group 5, group 10, 11, 12 and F block element. പക്ഷേ ഈ ഗ്രൂപ്പ് 6 ക്രോമിയം ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ക്രോമിയം ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം 3, 4, 5 6ത്തെ ക്രോമിയം കമ്പൈൻ ചെയ്യുന്നുണ്ട്, ബാക്കി എലിമെന്റ്സ് ഒന്നും ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നില്ല. സോ ഗ്രൂപ്പ് ദാറ്റ് ഈസ് ദ എലിമെന്റ്സ് ഓഫ് ദ ഡി ബ്ലോക്ക് എലിമെന്റ് 3, 4, 5, 10, 11, 12 and the F block elements combine with dihydrogen to form hydrides, and the group 6 chromium combine with hydrogen to form respective hydrides. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ടേബിളിൽ 7, 8, 9 ആ ഒരു ഗ്രൂപ്പ് ഓഫ് എലിമെന്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ട് there we call that is the in the periodic table from group 7 to 9 the elements does not combine with dihydrogen to form metallic hydrides or hydrides. So that area or that area in the periodic table is known as hydride gap. എന്താണ് ഹൈഡ്രൈഡിൻ്റെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് 7, 8, 9 പിന്നെ 10, 11, 12 ആ ഒരു ഏരിയനെ നമ്മൾ എന്ത് പറയും? ഹൈഡ്രൈഡ് ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. ഇവരെന്തുകൊണ്ടാണ് നോൺ സ്റ്റോഷിയോമെട്രിക് എന്ന് പറയുന്നത്? നമുക്കറിയാം സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ ഇഫ് എ ക്രിസ്റ്റൽ ഇസ് ഫോമിംഗ് ദ നമ്പർ ഓഫ് കാറ്റയോൺസ്, ദ റേഷ്യോ ബിറ്റ്വീൻ ദി കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് വിൽ ബി സെയിം. അത് ഏതൊക്കെ കണ്ടീഷനിൽ ആ ക്രിസ്റ്റൽ ഉണ്ടായാലും അവരുടെ ആ റേഷ്യോ സെയിം ആയിരിക്കും.
But in this type of hydride, the ratio of hydrogen to metal are not fixed, varies with temperature and pressure. ടെമ്പറേച്ചറിനും പ്രഷറിനും അനുസരിച്ചിട്ട് ഈ കാറ്റയോൺസിൻ്റെയും ആനയോൺസിൻ്റെയും അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെയും മെറ്റൽസിൻ്റെയും ആ ഒരു റേഷ്യോയിൽ എന്തുണ്ട് വേരിയേഷൻ ഉള്ളത് കൊണ്ട് ദീസ് ആർ കോൾഡ് ആസ് നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്. ചോദിക്കാം why metallic crystals are called as non stoichiometric compound? They are called as non stoichiometric compound because the ratio of hydrogen to metal are not fixed and varies with temperature and pressure. Clear ആയോ? അടുത്തത് these are called as interstitial hydrides. എന്താണ് interstitial hydrides എന്നല്ലേ? ഈ മെറ്റാലിക് ഹൈഡ്രേറ്റ്സ് നമുക്കറിയാം ഹൈഡ്രജൻ്റെ സൈസ് വളരെ സ്മോൾ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് ഹാവിങ് എ വെരി സ്മോൾ സൈസ്. അപ്പോൾ ഈ മെറ്റൽ ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യണ സമയത്ത് ഈ ക്രിസ്റ്റൽസിൻ്റെ ഇൻ ബിറ്റ്വീനിലുള്ള സ്പേസ് ഉണ്ടാവുമല്ലോ, അവിടെ കയറിയിട്ട് ആര് വന്ന് നിൽക്കും? ഈ ഹൈഡ്രജൻ വന്ന് എഡ്സോർബ് ചെയ്ത് നിൽക്കും. ദാറ്റ് ഈസ് ഇൻ ദ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഈ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഈ ഓരോ ഗ്യാപ്പുകളിൽ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഗെറ്റ് അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കും. അതുകൊണ്ട് തന്നെ these crystals are not, or these hydrides are called as interstitial hydrides. Why these hydrides are called as interstitial hydrides? This is because hydrogen, because of its small size, have a tendency to occupy the interstitial site. അതായത് ഈ ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, interstitial site of these metal hydrides, and that is why these hydrides are called as interstitial hydrides. ഇതാണ് അതിന് പറയാനുള്ള കാര്യം. ഇനി interstitial hydride ഫോം ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഉണ്ട്. അതായത് ദോ ഇവരുടെ സ്ട്രക്ചറിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ദേ ഹാവ് എ ടെൻഡൻസി ഓർ ദേ ക്യാൻ അബ്സോർബ് ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ. അവർക്ക് അവരുടെ ആ മെറ്റാലിക് ക്രിസ്റ്റലിലേക്ക് അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രൈഡ്സിലേക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രജനെ എഡ്സോർബ് ചെയ്യാൻ പറ്റും. ഈ ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ എഡ്സോർബ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇറ്റ് ക്യാൻ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രജനെ അവർക്ക് എഡ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതുണ്ട്. നമ്മൾ കുറേ റിയാക്ഷനിൽ നമ്മൾ പറയും നിക്കല്, പ്ലാറ്റിനം, പെല്ലേഡിയം ഒക്കെ നമ്മൾ ഹൈഡ്രോജനേഷൻ്റെ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യും. ഹൈഡ്രോജനേഷൻ്റെ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യും. വൈ? ബിക്കോസ് ദിസ് നിക്കൽ, പെല്ലേഡിയം, പ്ലാറ്റിനത്തിൻ്റെയൊക്കെ മെറ്റൽ ലാറ്റിസിലേക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രജനെ എഡ്സോർബ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ദീസ് മെറ്റൽസ് ക്യാൻ ബി യൂസ് ഫോർ ദി പ്രോസസ് ഓഫ് ഹൈഡ്രോജനേഷൻ. അവരൊക്കെ ഒരു കാറ്റലിസ്റ്റായിട്ട് ഹൈഡ്രോജനേഷൻ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായി എന്തിനാണ് നിക്കൽ, പ്ലാറ്റിനം, പെല്ലേഡിയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രോജനേഷൻ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ദേ ഹാവ് a large tendency to absorb a large volume of hydrogen on their crystal lattice. അവരെ മെറ്റാലിക് ക്രിസ്റ്റൽസിലേക്ക് ഇവർക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രജനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ദേ ആർ യൂസ് ഫോർ ദ പ്രോസസ് ഓഫ് ഹൈഡ്രോജനേഷൻ. പിന്നെ ഇവരുടെ മെറ്റാലിക് ക്രിസ്റ്റൽസിൻ്റെ പ്രോപ്പർട്ടി പറയണം ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നേരത്തെ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞു ദേ ആർ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഓർ ദേ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദിയർ സോളിഡ് സ്റ്റേറ്റ് ബട്ട് ദേ കണ്ടക്ട് ഇൻ ദിയർ മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ എന്താ പറഞ്ഞത്? ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ദേ ആർ ഹാർഡർ ദാൻ പാരന്റ് മെറ്റൽ. ഈ ഹൈഡ്രൈഡ്സ് പാരന്റ് മെറ്റലിനേക്കാളും അവർ ഹൈഡ്രൈഡ് ഫോം ചെയ്താൽ ദേ വിൽ ബി സ്ട്രോങ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹൈഡ്രൈഡ്സിൻ്റെ കേസസിൽ പറയാനുള്ളത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 3 ടൈപ്പ് ഓഫ് ഹൈഡ്രൈഡ്സ് അതിൻ്റെ ഡിഫറൻസ് ആയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാൻ, മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടോളൂ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുത്തോളൂ. താങ്ക് യു.